ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ എറണാകുളം ജംഗ്ഷനിലാണ്. എറണാകുളം ജംഗ്ഷനിൽ നമ്മുടെ എറണാകുളം കോട്ടയം പാസഞ്ചറാണ്. ട്രെയിൻ നമ്പർ 06453 എറണാകുളം ജംഗ്ഷൻ കോട്ടയം പാസഞ്ചർ. ഇത് എല്ലാ ദിവസവും 7:45 പുറപ്പെട്ട് 9:30 ആകുമ്പോൾ കോട്ടയം എത്തുന്ന രീതിയിലാണ് ഈ വണ്ടി പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് സ്ലീപ്പർ കോച്ചിലാണ് കേട്ടോ. കാര്യം പാസഞ്ചർ ഇത് ഒരു എറണാകുളം കാരക്കൽ എക്സ്പ്രസ് എന്ന് പറഞ്ഞ വണ്ടിയുണ്ട്. അതായിട്ട് റൈഡ് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി രാവിലെ 6:30 ആകുമ്പോൾ എറണാകുളം ജംഗ്ഷനിലെത്തും. ഇത് 7:45 എറണാകുളം കോട്ടയം പാസഞ്ചറായിട്ട് കോട്ടയത്തോട്ട് പോകും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ വണ്ടി സ്ലീപ്പറെല്ലാം അൺറിസർവ്ഡ് കോച്ചാക്കും. AC മാത്രം ഇവർ ലോക്ക് ചെയ്തിടും. ബാക്കിയെല്ലാം അൺറിസർവ്ഡ് കോച്ചായിരിക്കും. അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി കൃത്യം 7:45 ആയപ്പോൾ പുറപ്പെട്ടു. അപ്പോൾ നമ്മുടെ ഇപ്പുറത്ത് കിടക്കുന്ന വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളം ആലപ്പുഴ പാസഞ്ചറാണ് കേട്ടോ. അതും 7:50. അപ്പോൾ അതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും, അതിൻ്റെ ലിങ്ക്. ഓക്കെ. അപ്പോൾ ഇത് 7:45 നമ്മുടെ വണ്ടി പുറപ്പെട്ടു. 9:15 ആകുമ്പോൾ എത്തുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി കോട്ടയം ഭാഗത്തോട്ട് തിരിഞ്ഞോട്ടാ. അപ്പോൾ വണ്ടി ഇപ്പോൾ 15 km/h സ്പീഡിലാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ ഞാനിരിക്കുന്ന സൈഡിൽ ഓവറിലാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, പാസഞ്ചർ ട്രെയിൻ ആയതുകൊണ്ട് സ്ലീപ്പർ കോച്ചെല്ലാം അൺറിസർവ്ഡ് കോച്ചായിട്ട് മാറും. അപ്പോൾ ഞാനിപ്പോൾ സൈഡിൽ ഓവറിലാണ്. സാധാരണ വണ്ടിയിൽ തിരക്കുണ്ടാവുമെന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം തിരക്കുണ്ടാവും ഇല്ലേന്നൊക്കെ. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടിയുടെ സ്പീഡ് 90 km/h സ്പീഡാണ് കേട്ടോ. 90 km/h സ്പീഡ്. ഞാൻ നമ്മുടെ എറണാകുളം മഡ്കോൺ ജംഗ്ഷൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിൽ ഞാൻ നോക്കിയപ്പോൾ 72 km, 74 ആ സ്പീഡ് ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ പാസഞ്ചർ ട്രെയിന് 90 km സ്പീഡ്. സൂപ്പർ. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പായ തൃപ്പൂണിത്തുറയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. തൃപ്പൂണിത്തുറയിൽ അപ്പോൾ 4 മിനിറ്റ് ഡിലേ ഉള്ളൂ കേട്ടോ. 4 മിനിറ്റ് ഡിലേ. വണ്ടി കോട്ടയം എത്തുമ്പോൾ ഓൺ ടൈമിലെത്തും. അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. കാര്യം വണ്ടി ഒരു 9:30 ആണ് 9:30 എത്തേണ്ടത്. പക്ഷേ ഒരു 9:15 ആകുമ്പോൾ ഈ വണ്ടി കോട്ടയത്തെത്തും. അതാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ലേറ്റ് ആവാറില്ല ഈ വണ്ടി. അപ്പോൾ നമ്മളത് തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലോട്ട് പതിയെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി തൃപ്പൂണിത്തുറയിൽ നിന്ന് വിട്ടു കേട്ടോ. തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി വിട്ടു. ഇവിടുന്ന് അത്ര അധികം ആൾക്കാരൊന്നും കയറിയില്ലെങ്കിലും ഇനി അവിടെ അങ്ങോട്ടെത്തുമ്പോൾ കയറുമായിരിക്കും. കാര്യം ഡിമാൻഡുള്ള ട്രെയിൻ തന്നെയാണ് ഈ എറണാകുളം ജംഗ്ഷൻ കോട്ടയം പാസഞ്ചർ. ഡിമാൻഡുള്ള ട്രെയിനാണ്. കാര്യം രാവിലെ കോട്ടയം ഭാഗത്തോട്ട് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് വേറെ വണ്ടിയൊന്നുമില്ല. ഈ വണ്ടി മാത്രമേ ഉള്ളൂ 7:45 ആ ടൈമിൽ. ഡിമാൻഡുള്ള വണ്ടിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ഈ വണ്ടി രാവിലെ 7:45 എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ട് ഒരു 9:30 ആകുമ്പോൾ ഈ വണ്ടി കോട്ടയം എത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ ടൈം ഷെഡ്യൂൾ ചെയ്തിരുന്നത്. തിരിച്ച് ഈ വണ്ടി 5:20 പുറപ്പെട്ട് 6:55 ആകുമ്പോൾ എറണാകുളം ജംഗ്ഷനിലെത്തും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിന് റൈഡ് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ സ്ലീപ്പർ കോച്ചിലിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടി 10:25 എറണാകുളം കാരക്കൽ എക്സ്പ്രസ് ആയിട്ട് ഇത് എങ്ങോട്ടും കാരക്കലിലോട്ട് പോകും. അപ്പോൾ ഇത് 10:25 പുറപ്പെട്ട് രാവിലെ 11:45 ഇത് ഇവിടെ എത്തും. കാരക്കൽ റെയിൽവേ സ്റ്റേഷനിലെത്തും. പിന്നെ കാരക്കലിൽ നിന്ന് ചെന്നൈ എഗ്മോറായിട്ട് ഈ വണ്ടി 9:20 രാത്രി 9:20 പോയിട്ട് 5:05 ആകുമ്പോൾ ഇത് ചെന്നൈയിലോട്ട് എത്തും. ചെന്നൈ എഗ്മോറിലെത്തും. പിന്നെ ഈ വണ്ടി ചെന്നൈ എഗ്മോറിൽ നിന്ന് 9 മണിക്ക് പുറപ്പെട്ട് രാത്രി 9 മണിക്ക് ഇതിന് വേറെ 2 റേക്ക് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് മറ്റേ റേക്ക് 9 മണിക്ക് പുറപ്പെട്ട് ഒരു 4:20 ആകുമ്പോൾ ഇത് കാരക്കലെത്തും. പിന്നെ ഇത് 4:30 പുറപ്പെട്ട് 6:45 എറണാകുളം ജംഗ്ഷനായിട്ട് വരും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുക. മുളന്തുരുത്തി. അപ്പം 3 മിനിറ്റ് എന്തോ ഡിലേ ഉള്ളൂ കേട്ടോ. 3 മിനിറ്റ്. അപ്പോൾ ഞാൻ നേരത്തെ ഇതിൻ്റെ പ്രൈസ് പറഞ്ഞില്ല, ഫെയർ എത്രയെന്ന് പറഞ്ഞില്ല. എറണാകുളത്ത് നിന്ന് കോട്ടയം വരെ എനിക്ക്
20 രൂപയായത്. പാസഞ്ചറിൽ വെറും 20 രൂപയാണ്. എറണാകുളത്ത് നിന്ന് കോട്ടയം വരെ 20 രൂപ. അപ്പോൾ നമ്മുടെ വണ്ടി മുളന്തുരുത്തി എത്തിക്കൊണ്ടിരിക്കുക, മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷൻ. ഇനി കോട്ടയം എത്തുമ്പോൾ ഓൺ ടൈമിൽ എത്തുമായിരിക്കും കേട്ടോ. ഒരു 9 മണിക്ക് എത്തുമെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഗായ്സ്, എറണാകുളം ജംഗ്ഷനിൽ നിന്ന് കോട്ടയം ഭാഗത്തോട്ട് പുറപ്പെടുന്ന കുറേ വണ്ടികളുണ്ട്. എല്ലാ ദിവസമുള്ള വണ്ടികളുണ്ട്, പിന്നെ വീക്കിലി വണ്ടികളുണ്ട്. നമ്മുടെ ഈ എറണാകുളം ജംഗ്ഷന് രാവിലെ വെളുപ്പിന് 5 മണിക്ക് വഞ്ചിനാഥ് എക്സ്പ്രസ് ഉണ്ട്. 5:05 എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടുന്ന വണ്ടിയുണ്ട്. പിന്നെ കൊല്ലം പാസഞ്ചർ ഉണ്ട്, എറണാകുളം കൊല്ലം പാസഞ്ചർ മെമ്മു 6 മണിക്ക് പുറപ്പെടുന്ന വണ്ടിയുണ്ട്. പിന്നെ നമ്മുടെ എറണാകുളം കോട്ടയം പാസഞ്ചർ ഈ വണ്ടി. പിന്നെ നമ്മുടെ 8:45 1 മണിക്കൂർ ശേഷം എറണാകുളം കായംകുളം പാസഞ്ചർ ഉണ്ട് 8:45. പിന്നെ തിങ്കളും ശനിയും മാത്രമുള്ള വേളാങ്കണ്ണി എക്സ്പ്രസ് 1 മണിക്ക് പുറപ്പെടുന്ന വണ്ടിയുണ്ട്. പിന്നെ എറണാകുളം കൊല്ലം പാസഞ്ചർ 1:35, എറണാകുളം കൊല്ലം പാസഞ്ചർ 6:15. ഇത്രയും വണ്ടികളാണ് കോട്ടയം ഭാഗത്തോട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി പിറവം റെയിൽവേ സ്റ്റേഷനാണ്. പിറവം റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഞാൻ ട്രെയിൻ വെയർ ഈസ് മൈ ട്രെയിൻ ആപ്പിൽ നോക്കിയപ്പോൾ കോട്ടയത്ത് ഒരു 9:08 എത്തുമെന്നാണ് കാണിക്കുന്നത്. ഇനി അറിയില്ല കേട്ടോ, ഇനിയിപ്പോൾ വണ്ടിയുടെ പോക്കനുസരിച്ചിരിക്കും. പിറവായിട്ടുള്ളൂ, അപ്പോൾ ഇനി അറിയില്ല ട്രെയിനിന് 9:08 എത്തുമെന്ന് അറിയില്ല. ചിലപ്പോൾ 9:20 ആവും. എനിക്ക് തോന്നുന്നു 9:20 9:25 ആവും കേട്ടോ. ഇപ്പോൾ നമ്മുടെ ട്രെയിനിൽ ആൾക്കാരുണ്ട് കേട്ടോ, നന്നായിട്ട് ആൾക്കാരുണ്ട്. കോളേജ് വിദ്യാർത്ഥികളൊക്കെയാണ് കൂടുതലും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഏറ്റുമാനൂർ എത്തിയിരിക്കണം. ഏറ്റുമാനൂർ. അപ്പോൾ ഇനി ഒരു സ്റ്റോപ്പും കൂടി കഴിഞ്ഞാൽ കോട്ടയം റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഇനി ഞാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു 9:16 എത്തുമെന്നാണ് കാണിക്കുന്നത്. പിന്നെ എനിക്കൊന്നൊരു 9:20 9:25 ആകുമ്പോൾ നമ്മുടെ വണ്ടി കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തും. വണ്ടിയിൽ ആൾക്കാരുണ്ട്, കൂടുതലും കോളേജ് വിദ്യാർത്ഥികളാണ് കൂടുതൽ ഈ ട്രെയിൻ ആശ്രയിക്കുന്നത്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. കോട്ടയം. അപ്പോൾ ഇതിങ്ങനെ വളഞ്ഞു പോകുന്നത് കോട്ടയത്ത് 4 പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ 4ാമത്തെ പ്ലാറ്റ്ഫോമിലോട്ടാണ് വണ്ടി പോകുന്നത്. അതാണ് ഇങ്ങനെ ഒരു വളവുള്ളത്. 4ാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് നമ്മുടെ വണ്ടി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ 9:20 9:25 ആകുമ്പോൾ വണ്ടി അവിടെ നിൽക്കും. വണ്ടീനെ പതിയെ സ്റ്റേഷനിലോട്ട് കയറുള്ളൂ. വണ്ടി ഇങ്ങനെ പതിയെ ഇങ്ങനെ കോട്ടയം ഭാഗത്തോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി കറക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ വണ്ടി അങ്ങനെ ലേറ്റ് ആവാറില്ല, ഓൺ ടൈമിലെത്തും. പിന്നെ ഈ വണ്ടി തിരിച്ച് 5:20 കോട്ടയം എറണാകുളം പാസഞ്ചറായിട്ട് തിരിച്ചു പോവും. പിന്നെ ഇത് 10:25 എറണാകുളം കാരക്കൽ എക്സ്പ്രസ് ആയിട്ട് ഇത് തിരിച്ച് കാരക്കലിലോട്ട് പോകും. ഇങ്ങനെ ഞാൻ നേരത്തെ റൈറ്റ് ഷെയറിങ് പറഞ്ഞായിരുന്നു, പിന്നെ ജസ്റ്റ് ഒന്ന് ഓർപ്പിച്ചെന്നുള്ളൂ. അപ്പോൾ ഈ കോട്ടയം ഭാഗത്തോട്ടൊക്കെ രാവിലെ ഒരു 9-10 മണി സമയത്തൊക്കെ എത്തണമെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.